50 to കേരള നാട്ടിൽ പോകണം. അതേ ഇവിടെ പാക്കിംഗ് എല്ലാം ചെയ്ത് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ വണ്ടി വന്നിട്ട് അതിൽ പോകും. ടാറ്റാ. അതിൻ്റെ ഇടയ്ക്കൊരു കുറച്ച് വഴക്കുണ്ടായി ഇവിടെ ബാഗ് കൊണ്ടുപോകണം എങ്ങനെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ എല്ലാവരുടെയും ബാഗെല്ലാം കയറി വണ്ടിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. കുറേ ഉണ്ട് ബാഗ്. അത് കാരണം കുറേ എന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടിയിട്ടാട്ടോ, നമ്മുടെ മാത്രമായിട്ടൊന്നുമല്ല. നമ്മൾ 2 ഫാമിലിയും കൂടിയാണ് നാട്ടിലോട്ട് പോണത്. അപ്പം അത് കാരണം ഒരു വണ്ടി വിളിക്കേണ്ടി വന്നു. ഞങ്ങൾ ഈ വണ്ടിയുടെ പുറകെ പോകും. അച്ഛനും അമ്മച്ചും എല്ലാവരും അതിൽ പോകും. എന്നുവെച്ചാൽ എക്സിലേറ്ററിൽ പോകും. ടാറ്റാ. ട്രെയിനിൻ്റെ എൻജിൻ്റെ അവിടെ വരെ എത്തി. ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്യണം. വണ്ടി ഉള്ള കാരണമാണ് ഞങ്ങളിങ്ങനെ പോകണം, അല്ലെങ്കിൽ ലിഫ്റ്റിൽ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ജ്യോതി ആൻറ്റിക്ക് പുറകെ വന്നേ ഉള്ളൂ. അറിയില്ലേ ആൾക്കാരോടൊക്കെ മാറുന്നു പറഞ്ഞിട്ടാ പോണത്. അവരെയൊക്കെ എടുത്ത് തോട്ടി അറിയുക. അയ്യോ വണ്ടി പോണ ട്രെയിൻ പോടാ. അതിൻ്റെ ഇട കൂടെ ഞങ്ങൾ നടക്കണം. ട്രെയിൻ പോയി. ഇനി നമുക്ക് ക്രോസ് ചെയ്യാം. ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ഇവിടെ. ഇനി ക്രോസ് എങ്ങനെ ചെയ്യുമെന്ന് ഓർത്തോണ്ടിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്താൽ മതിയായിരുന്നു. ഇവർക്ക് ഇങ്ങോട്ട് തന്നെ നടന്ന് ഇനി നോക്കാം ഇനി എന്താണെന്നുള്ള ഇവിടെ ടെൻഷനിൽ നിൽക്കും എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടോ കയറാൻ. അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ കയറി. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഇനി 2 ദിവസം കൂടിയുണ്ട് കേരളത്തിലോട്ട് എത്താൻ. ഞങ്ങളിവിടെ യൂട്യൂബിന് വേണ്ടി വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ കുറേ യൂട്യൂബർ ഉണ്ട്. അപ്പോൾ അതിന് വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഫുഡെല്ലാം കഴിച്ചു, ലഞ്ച് കഴിച്ചു. ഇനി ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. പോയിട്ടില്ല, സമയമായിട്ടില്ല കേട്ടോ. ഈ 2 യൂട്യൂബറുകാരുമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ നോക്കിയത്